ശ്രീ അഹമ്മദ് ദേവർകോവിൽ, അങ്ങേക്ക് 6 മിനിറ്റ്. സർ, ഈ ഉപക്ഷേപത്തെ ഞാൻ ശക്തമായി എതിർക്കുന്നു. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ കാർഷികോൽപാദനം കുറവായതിനാൽ ഭക്ഷ്യവസ്തുക്കൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പലതും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരുന്ന സാഹചര്യം നമുക്കുണ്ട്. അതിനാൽ അതാത് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ദേശീയ ആഗോള വിപണിയിലെ മാറ്റങ്ങൾ, ഇന്ധന വില വർധന, ഗതാഗത ചെലവുകൾ തുടങ്ങിയവ നേരിട്ട് വിലക്കയറ്റത്തെ ബാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ നമ്മുടെ ജനകീയ സർക്കാർ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിവിധങ്ങളായ ഇടപെടലുകൾ നടത്തിവരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. റേഷൻ സംവിധാനം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. സർ, കഴിഞ്ഞ UDF ഭരണകാലത്ത് സ്ഥിതി നമ്മുടെയൊക്കെ ഓർമ്മയിലൂടെ കടന്നു പോവുകയാണ്. കേരളത്തിലെ റേഷൻ കടകളിലോ നന്മ സ്റ്റോറുകളിലോ സാധനങ്ങൾ ലഭ്യമാകാത്ത ഒരു കാലഘട്ടം ഈ കേരളത്തിൽ കടന്നുപോയിട്ടുണ്ട്. നന്മ സ്റ്റോറുകളുടെ പാക്കിംഗ് സെൻ്ററുകൾ അടച്ചുപൂട്ടിപ്പോയതും ജില്ലാതല ഗോഡൗണുകൾ നിർത്തലാക്കിയ സാഹചര്യവും ഈ സംസ്ഥാനത്തിൽ തന്നെയല്ലേ ഉണ്ടായത്? അവിടെ നിന്നും മാറ്റിയെടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചു എന്നതാണ് ഇന്നത്തെ സാഹചര്യം. സർ, കഴിഞ്ഞ ബഡ്ജറ്റിൽ വിലക്കയറ്റം തടയാൻ വിപണി ഇടപെടലുകൾക്ക് 2063 കോടി വകയിരുത്തിയിരുന്നു എന്നത് നാം ഒരിക്കലും കാണാതെ പോകരുത്. കേന്ദ്ര സർക്കാർ ശക്തമായ സാമ്പത്തിക ഉപരോധം തീർത്ത ഘട്ടത്തിലാണ് ഈ ഗവൺമെൻറ് ഇത് ചെയ്തിട്ടുള്ളത് എന്നതൊരു വസ്തുതയാണ്. അതിൻ്റെ ഗുണം കൂടി ഈ ഓണക്കാലത്ത് ജനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പ്രയോഗം പഴഞ്ചനായി മാറിയോ എന്ന് തോന്നിപ്പോയ ഒരു ഓണമാണ് ഈ ഓണക്കാലത്ത് നമുക്ക് അനുഭവപ്പെട്ടത്. ഒന്നും വിൽക്കാതെ തന്നെ സുഭിക്ഷമായി ഓണം ഉണ്ണാൻ കേരളീയർക്ക് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഫെയർ പ്രൈസ് ഷോപ്പുകൾ, മാവേലി സ്റ്റോറുകൾ, സ്റ്റോറുകൾ എന്നിവ വഴിയായി വിപണിയിൽ ശക്തമായി ഇടപെടൽ നടത്തിയതിൻ്റെ പ്രതിഫലനം നാം അനുഭവിച്ചറിഞ്ഞതാണ്. ഈ കഴിഞ്ഞ ഓണക്കാലം നമുക്കൊരിക്കലും മറക്കാൻ കഴിയുകയില്ല. എല്ലാ പൊതുവിതരണ കേന്ദ്രങ്ങളിലും സാധനങ്ങളും സബ്സിഡി സാധനങ്ങളും സുലഭമായി ലഭ്യമാക്കി 597 കോടി രൂപയുടെ അരി വിതരണം നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 20,000 കോടി രൂപ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ച ഒരു ഓണക്കാലമാണ് കടന്നുപോയിട്ടുള്ളത്. അതോടൊപ്പം അർഹരായവർക്കെല്ലാവർക്കും കിറ്റുകൾ, കുടുംബശ്രീ വഴി ഭക്ഷ്യക്കിറ്റുകൾ, കുട്ടികൾക്ക് 5 കിലോ സൗജന്യ അരി തുടങ്ങി എന്തെല്ലാം സഹായങ്ങളാണ് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഈ സർക്കാർ കരുതലിൻ്റെ ഭാഗമായി എത്തിച്ചിട്ടുള്ളത് എന്ന് ഓർക്കാതിരിക്കാൻ കഴിയുകയില്ല. ഞാൻ ഓർക്കുകയാണ് 2015 നടന്ന ഒരു സംഭവത്തെക്കുറിച്ച്. തിരുവനന്തപുരം പൂജപ്പുരയിലെ കൺസ്യൂമർ ഫെഡ് ഗോഡൌണിൽ നിന്നും ഉപയോഗിക്കാതെ നശിച്ചു കിടക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയ സംഭവം. സർ, ഹൃദയഭേദകമായിരുന്നില്ലേ ആ കാഴ്ച? ടൺ കണക്കിന് അരിയും പയറും മറ്റ് ധാന്യങ്ങളും വിതരണം ചെയ്യാതെ നശിച്ചുപോയ ഒരു കാലം. UDFക്കാർ പറയുന്നത് 9 വർഷം മുമ്പത്തെ UDF കാലഘട്ടത്തോട് താരതമ്യം ചെയ്യുന്നത് എന്തിനാണ് എന്നാണ്. എങ്ങനെ ചെയ്യാതിരിക്കും? സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വികസനവും കരുതലും എത്തിക്കുന്ന LDF സർക്കാരിനെ ഇല്ലാത്ത വിലക്കയറ്റം പറഞ്ഞ് തളർത്താനല്ലേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളം ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 2023-ലും 2024-ലും തുടർച്ചയായി 1-ാം സ്ഥാനം നേടി മികച്ച നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI തയ്യാറാക്കുന്ന ഈ സൂചികയിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധന, സാമ്പിൾ ശേഖരണം, ലാബുകൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ 40-ലധികം മേഖലകളിലെ മികവാണ് കേരളത്തെ 1-ാം സ്ഥാനത്തെത്തിച്ചത്. ഭക്ഷ്യസുരക്ഷ ഗ്രാമപഞ്ചായത്ത് പദ്ധതി, സേഫ് ആൻഡ് ന്യൂട്രീഷൻസ് ഫുഡ് അറ്റ് സ്കൂൾ പദ്ധതി 500-ലധികം സ്കൂളുകളിൽ നടപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരം തന്നെയാണിത്. പ്രതിപക്ഷം ഈ നേട്ടങ്ങൾ കാണാതിരിക്കുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ഉറക്കം നടിക്കുകയാണ്. അവരെ ഉണർത്താൻ കഴിയുക എന്നത് ഏറെ പ്രയാസകരവുമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി അവർ തലകുനിച്ച് സഭയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് നാം കണ്ടതാണ്. ഇന്നും അത് തന്നെ സംഭവിക്കാനാണ് സാധ്യത. കേരളത്തിലെ മൊത്തം ഭക്ഷ്യാവശ്യത്തിൻ്റെ 15% മാത്രമേ സംസ്ഥാനത്തിനകത്ത്
ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. പച്ചക്കറിയുടെ കാര്യത്തിൽ അയൽ സംസ്ഥാനങ്ങളെ നാം വളരെയധികം ആശ്രയിക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനവും വാഹനക്കൂലിയിലെ വർധനവും നമ്മെ പ്രതിസന്ധിയിലാക്കുമ്പോൾ വിപണി ഇടപെടലിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്തിയ ബഹുമാന്യനായ ഭക്ഷ്യവകുപ്പ് മന്ത്രിയെയും ഇടതുപക്ഷ ഗവൺമെന്റിനോടും പ്രത്യേക നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഈ സബ്മിഷന്റെ വിഷയത്തോട് പൂർണ്ണമായും ഞാൻ വിയോജിക്കുന്നു.